ചർച്ചയ്ക്കുള്ള പാക് ക്ഷണം ഇന്ത്യ തള്ളി. ഭീകരർക്കെതിരെ വിശ്വസനീയ നടപടിയില്ലാതെ നിലവിലെ സാഹചര്യത്തിന് അയവുണ്ടാകില്ല. പാകിസ്ഥാനിൽ സുരക്ഷിതമായി കഴിയുന്ന 20 ഭീകരരുടെ പട്ടിക ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് കൈമാറി. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചതിന് അമേരിക്ക പാകിസ്ഥാനോട് വിശദീകരണം തേടി. ഇന്ത്യ പാക് പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണാമെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശമാണ് ഇന്ത്യ തള്ളിക്കളഞ്ഞത്. അഭിനന്ദനെ വിട്ടയച്ചത് ചർച്ചയ്ക്കുള്ള ഉപാധിയായല്ല. പുൽവാമയിൽ ആക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ നൽകിയ തെളിവ് അംഗീകരിച്ച് മസൂദ് അസർ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണം. അതുവരെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് തിരിച്ചടി തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭീകരബന്ധം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായാണ് പാകിസ്ഥാനിൽ സുരക്ഷിത താവളം കണ്ടെത്തിയ ഭീകരരടക്കം 20 പേരുടെ പട്ടിക ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് കൈമാറിയത്. ദാവൂദ് ഇബ്രാഹിം, ബബ്ബർ കൽസ നേതാവ് വാദ്വാ സിംഗ്, രഞ്ജിത്ത് നീറ്റ എന്നിവരുടെ പേരുകൾ ഈ പട്ടികയിലുണ്ട്. ഭീകരവിരുദ്ധ നീക്കത്തിന് അമേരിക്ക നൽകിയ F-16 വിമാനങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ ഉപയോഗിച്ച പാകിസ്ഥാൻ വെട്ടിലായി. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ബുധനാഴ്ച നടത്തിയ നീക്കത്തിൽ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചില്ലെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വിമാനങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ആംറാം മിസൈലിന്റെ ഭാഗങ്ങളടക്കമുള്ള തെളിവുകളുമായി ഇന്ത്യ അമേരിക്കൻ ദൂതന്മാരെ സമീപിച്ചു. തുടർന്ന് പാകിസ്ഥാനോട് അമേരിക്ക റിപ്പോർട്ട് തേടി. പാക് നടപടിയെ പരസ്യമായി വിമർശിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നാണ് നയതന്ത്ര കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ നാശമുണ്ടായതായി ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന സമ്മതിച്ചു. ജെയ്ഷെ ഭീകരൻ മൌലാന മസൂദ് അസറിന്റെ സഹോദരൻ മൌലാന അമ്മാർ അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിൽ പരിശീലന കേന്ദ്രം തകർന്നതായി സമ്മതിച്ചത്. ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ISI മുൻ ഏജന്റ് അടക്കം കൊല്ലപ്പെട്ടതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയെന്ന് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭീകരർ കൊല്ലപ്പെട്ടെന്ന ഇന്ത്യയുടെ വാദം പാകിസ്ഥാൻ നിഷേധിച്ചതിന് പിന്നാലെയാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുള്ള ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട്. വിദ്യാർത്ഥികൾ ജിഹാദിന്റെ അർത്ഥം പഠിക്കുന്ന സ്ഥാപനം ഇന്ത്യ ബോംബിട്ട് തകർത്തുവെന്നാണ് മൌലാന അമ്മാറിന്റെ സന്ദേശത്തിൽ പറയുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ നാശമുണ്ടായതായി ജെയ്ഷെ മുഹമ്മദ് സമ്മതിക്കുന്നത് ഇതാദ്യമാണ്. ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്തുനിന്ന് 35 മൃതദേഹങ്ങൾ ആംബുലൻസിൽ നീക്കം ചെയ്യുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ ഫസ്റ്റ് പോസ്റ്റിനോട് വെളിപ്പെടുത്തി. താൽക്കാലിക ഷെഡിൽ ഉറങ്ങിക്കിടന്ന 12 പേരും കൊല്ലപ്പെട്ടു. പാക് സൈന്യത്തിൽ മുമ്പ് സേവനമനുഷ്ഠിച്ചിരുന്നവരും സ്ഫോടനത്തിനിരയായി. കേണൽ സലീം എന്നറിയപ്പെടുന്ന ISI മുൻ ഓഫീസർ, പെഷവാറിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദ് പരിശീലകൻ മുഫ്തി മൊയ്യീൻ, സ്ഫോടക വസ്തു നിർമ്മാണ വിദഗ്ധനായ ഉസ്മാൻ ഖനി എന്നിവരും കൊല്ലപ്പെട്ടു. കേണൽ സരാർ സക്രി എന്നയാളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. വ്യോമാക്രമണത്തിനു പിന്നാലെ പ്രദേശത്തിന്റെ നിയന്ത്രണം പാക് സൈന്യം ഏറ്റെടുത്തു. അധികൃതരെയോ പോലീസിനെയോ പോലും സ്ഥലത്തേക്ക് കടത്തിവിട്ടില്ല. മൃതദേഹങ്ങളുടെയും പരിക്കേറ്റവരുടെയും ചിത്രങ്ങൾ പകർത്താതിരിക്കാൻ ആംബുലൻസ് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പോലും സൈന്യം പിടിച്ചെടുത്തതായി ദൃക്സാക്ഷികൾ അറിയിച്ചതായും ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പ്രദേശവാസികളുടേതായി നേരത്തെ പുറത്തുവന്നത് ഇതിനു വിരുദ്ധമായ കാര്യങ്ങളാണ്. നാട്ടുകാരായ ചിലർക്ക് നിസ്സാര പരിക്കേൽക്കുക മാത്രമാണുണ്ടായതെന്നായിരുന്നു ആദ്യ വാർത്തകൾ. എന്നാൽ ഇന്ത്യൻ ആക്രമണത്തിൽ ജെയ്ഷെ പരിശീലന കേന്ദ്രത്തിന്റെ 4 കെട്ടിടങ്ങൾ തകർന്നതായി ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൃത്യമായി പറയാനാവില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇന്ത്യൻ വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനം തകർത്തതിന്റെ റഡാർ ചിത്രങ്ങൾ സൈന്യം പുറത്തുവിട്ടേക്കുമെന്ന് സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കശ്മീർ അതിർത്തിയിൽ പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. പൂഞ്ചിലെ ജനവാസ മേഖലയിൽ ഷെല്ലാക്രമണത്തിൽ അമ്മയും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. റാവലക്കോട്, കോട്ട്ലി സെന്ററുകളിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. പുൽവാമയ്ക്ക് സമീപം ത്രാലിൽ സൈനികരെ ലക്ഷ്യമിട്ടുണ്ടായ സ്ഫോടനത്തിൽ ഒരു ഗ്രാമീണന് പരിക്കേറ്റു. രാജ്യാന്തര സമ്മർദ്ദം അംഗീകരിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടയച്ചെങ്കിലും അതിർത്തിയിലെ സംഘർഷം ഗുരുതരമാക്കുകയാണ് പാകിസ്ഥാൻ. പൂഞ്ച്, രജൌരി മേഖലകളിൽ ഇടതടവില്ലാതെ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തുകയാണ്. പൂഞ്ചിലെ കൃഷ്ണഘട്ടിയിൽ ഷെല്ലാക്രമണത്തിൽ അമ്മയും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. रात के समय इतनी गोलाबारी हुई, पेशाब करने के लिए भी टाइम नहीं मिलता था और इतने डर के मारे നിരവധി പേർക്ക് പരുക്കേറ്റു. വീടുകൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി. റാവലക്കോട്ട്, കോട്ട്ലി തുടങ്ങിയ പാക് സെക്ടറുകളിൽ ഇന്ത്യയും ശക്തമായ തിരിച്ചടി നടത്തി. അതിർത്തിയിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് പാക് ആക്രമണം ശക്തമായതോടെ ആളുകൾ കൂട്ടത്തോടെ വീട് വിട്ടുപോകുകയാണ്. പുൽവാമയ്ക്ക് സമീപം
ത്രാലിൽ ശക്തമായ സ്ഫോടനത്തിൽ പ്രദേശവാസിക്ക് ഗുരുതരമായി പരുക്കേറ്റു. സൈനിക വാഹനം ലക്ഷ്യമിട്ട് ഭീകരർ സ്ഥാപിച്ച കുഴിബോംബാണ് പൊട്ടിത്തെറിച്ചത്. സൈന്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിൽ വിഷം ചേർക്കാൻ ISIയും ഭീകര സംഘടനകളും ശ്രമിച്ചേക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ കഴിഞ്ഞ ദിവസം നിരോധിച്ച കശ്മീരി ജമാഅത്തെ ഇസ്ലാമിയുടെ 300-ലധികം പ്രവർത്തകരെ കശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘടനയുടെ 4500 കോടി രൂപയുടെ ആസ്തികൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പുൽവാമ ചാവേർ ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് അല്ലെന്ന വാദവുമായി പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി SM ഖുറേഷി പറഞ്ഞു. സംഘടനയുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും ഖുറേഷി വിശദീകരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ വാദവുമായി വിദേശകാര്യമന്ത്രി SM ഖുറേഷി രംഗത്തെത്തിയത്. പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. ഇവ പൂർണ്ണമായി തള്ളുന്നതാണ് പുതിയ അവകാശവാദം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സംഘടന ഏറ്റെടുത്തിട്ടില്ലെന്നാണ് ഖുറേഷിയുടെ നിലപാട്. There's confusion on that. Where's the confusion? The confusion is that the leadership, when contacted, they said no. Which the leadership's been contacted by who, sir? By people over here. They say they deny that. That's the confusion. ഒരു രാജ്യാന്തര വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പ്രതിരോധ മന്ത്രിയും വ്യോമസേനാ മേധാവിയും സന്ദർശിച്ചു. അഭിനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അഭിനന്ദൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇന്ത്യ മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാകിസ്ഥാനിലെ 60 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യയിലെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ സൈനിക ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയനായി. ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. ആക്രമണത്തിൽ മുഖത്തും ശരീരത്തിലുമുള്ള പരിക്കുകൾ ഭേദമാകുന്നു. അഭിനന്ദനുമായി കുടുംബാംഗങ്ങൾ സമയം ചെലവഴിച്ചു. അഭിനന്ദൻ എന്ന വാക്കിന് ഇന്ത്യ പുതിയ അർത്ഥം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. इस देश की ताकत है डिक्शनरी के शब्दों के अर्थ बदल देता है. कभी अभिनंदन का अंग्रेजी होता था कांग्रेचुलेशन, और अब अभिनंदन का अर्थ बदल जाएगा. ये ताकत इस देश में है. आइए उस आत्मविश्वास को लेकर के चले. एक पराक्रमी राष्ट्र के रूप में आगे बढ़ना है. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ, വ്യോമസേനാ മേധാവി BS ധനോവ, എയർ വൈസ് മാർഷൽ RGK കപൂർ എന്നിവർ അഭിനന്ദനെ സന്ദർശിച്ചു. പാകിസ്ഥാനിലെത്തിയതെങ്ങനെ, അവിടെ നേരിട്ട ഉപദ്രവങ്ങൾ എന്തൊക്കെ തുടങ്ങിയ വിവരങ്ങളറിയാൻ അഭിനന്ദനുമായി ഉദ്യോഗസ്ഥർ വിശദമായ കൂടിക്കാഴ്ച നടത്തും. വ്യോമസേന ഇന്റലിജൻസ്, IB, RO എന്നീ ഏജൻസികളാണ് വിവരങ്ങൾ ശേഖരിക്കുക. പാകിസ്ഥാൻ പുറത്തുവിട്ട അഭിനന്ദന്റെ വീഡിയോ ഭീഷണിപ്പെടുത്തിയാണ് ചിത്രീകരിച്ചതെന്ന് വ്യക്തമായാൽ ജനീവ കൺവെൻഷൻ ലംഘനം ഉന്നയിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. രാജ്യത്തിന് ഹീറോയായ ധീരയോദ്ധാവ് ഈ സൈനിക ആശുപത്രിയിലുണ്ട്. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് അഭിനന്ദൻ വീണ്ടും യുദ്ധവിമാനം എപ്പോൾ പറത്തുമെന്നറിയാനാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ജീവൻ പണയം വെച്ച് വ്യോമസേന രാജ്യത്തെ രക്ഷിക്കുമ്പോൾ പ്രധാനമന്ത്രി വ്യോമസേനയുടെ പണം കൊള്ളയടിച്ച് അനിൽ അംബാനിയുടെ പോക്കറ്റിൽ നിക്ഷേപിക്കുകയാണെന്ന് രാഹുൽ ആരോപിച്ചു. റാഞ്ചിയിലെ കോൺഗ്രസ് റാലിക്കിടെയായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. वायुसेना ने हिंदुस्तान की रक्षा की और उसी वायुसेना से चौकीदार ने 30,000 करोड़ रुपए चोरी करके अनिल अंबानी को दिए. കൊല്ലം ചിതറയിൽ CPM പ്രവർത്തകനെ കുത്തിക്കൊന്നു. ചിതറ വളവു പച്ച സ്വദേശി ബഷീറാണ് കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആക്രമണം കൊല്ലം ചിതറ വളവ് വെച്ച സ്വദേശി ബഷീറാണ് കൊല്ലപ്പെട്ടത്. ഉച്ചയ്ക്ക് 2:30 ബഷീറിന്റെ വീട്ടിലെത്തി ഷാജഹാൻ കൊലപാതകം നടത്തുകയായിരുന്നു. ആയുധങ്ങളുമായാണ് ആരോപിച്ചത്. ഇതിന് തൊട്ടുപിന്നാലെ തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് ബഷീർ മരിച്ചു. മൃതദേഹം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വളവ് വെച്ച സ്വദേശി ഷാജഹാനെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ്. നേരത്തെ തന്നെ ഷാജഹാനും ഒപ്പം ബഷീറുമായി തർക്കമുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ വൈരാഗ്യമാണ്.
ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് CPM കടക്കൽ ഏരിയ കമ്മിറ്റി ആരോപിക്കുന്നത്. എന്നാൽ ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് മൊഴികളടക്കം രേഖപ്പെടുത്തിയ ശേഷം മാത്രം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘത്തിൽ അഴിച്ചുപണി. സംഘത്തലവൻ VM മുഹമ്മദ് റഫീഖിനെ മാറ്റി കോട്ടയം ക്രൈംബ്രാഞ്ചിലെ KM സാബു മാത്യുവിനെ പുതിയ ചുമതലയേൽപ്പിച്ചു. ഈ മാസം 12-ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണം ആരംഭിച്ച് 4-ാം ദിവസമാണ് സംഘത്തലവൻ VM മുഹമ്മദ് റഫീഖിനെ മാറ്റിയത്. കോട്ടയം ക്രൈംബ്രാഞ്ചിലെ KM സാബു മാത്യുവാണ് പുതിയ അന്വേഷണ സംഘത്തലവൻ. സംഘത്തലവന് പുറമെ DYSP ഷാജി ജോസ്, CIമാരായ സുനിൽകുമാർ, രമേശൻ എന്നിവരെയും സംഘത്തിൽ നിന്ന് മാറ്റി. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പീതാംബരനെയും സജി ജോർജിനെയും ചോദ്യം ചെയ്യാനിരിക്കെയാണ് പ്രധാന ഉദ്യോഗസ്ഥനെ അടക്കം മാറ്റിയത്. കൂടുതൽ CPM നേതാക്കളുടെ പേരുകൾ പുറത്തുവരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് ഗൌരവതരമാണെന്ന് ഉമ്മൻചാണ്ടി. പാർട്ടി അറിഞ്ഞുള്ള ഒരു കൊലപാതകമാണ്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഭരണതലത്തിലെയും പാർട്ടി തലത്തിലെയും ഉന്നതന്മാരാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇപ്പം വന്നിരിക്കുന്നത്. കൊലപാതകികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അന്വേഷണ സംഘത്തിലെ തലവനെ തന്നെ മാറ്റിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. കൊലപാതകത്തിൽ 2 MLA-മാരുടെ പങ്ക് ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ കളങ്കിതനാണെന്ന് താൻ പറഞ്ഞ ഉദ്യോഗസ്ഥരെ മാറ്റിയത് ആരോപണം ശരിവെക്കുന്നുവെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഇപ്പോഴും മാറ്റിയിരിക്കുന്നു പറയുമ്പോൾ ഡെഫിനറ്റായിട്ട് മാത്രം ശ്രമം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന ഒരു സ്ഥിരീകരണമാണിത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ അന്വേഷണമൊന്നും വേണ്ട. വൈ ഡോണ്ട് യു റെഫർ ദ കേസ് ടു CBI കൊടുക്കണം. കൊലപാതകങ്ങൾക്കെതിരെ കാസർഗോഡ് DCCയുടെ ആഭിമുഖ്യത്തിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഈ മാസം 12-ന് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കുമെന്ന് രമേശ് ചെന്നിത്തല ചടങ്ങിൽ അറിയിച്ചു. മനു ഭരത്, News 18, കാസർഗോഡ്. VT ബൽറാം MLA-യെ താക്കീത് ചെയ്ത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബൽറാം സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം പാലിക്കണം. എഴുത്തുകാരി KR മീരയെ അധിക്ഷേപിച്ച നടപടി ശരിയല്ല. AKG വിരുദ്ധ പരാമർശവും അനാവശ്യമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തുന്നവരെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കിട്ടുന്നില്ലെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. News 18-ന്റെ വരികൾക്കിടയിൽ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KR മീരയെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച നടപടി വിവാദമായതോടെയാണ് KPCC പ്രസിഡന്റ് തന്നെ VT ബൽറാമിനെതിരെ രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിൽ ബൽറാം നിയന്ത്രണം പാലിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ അധിക്ഷേപ സ്വരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ സംസാരിക്കുന്നു പറഞ്ഞാൽ അത് ഒരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുന്നില്ല. ബൽറാമിന് ടാലന്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ബ്രില്യൻ്റ് ആണെന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ആണ്. പക്ഷെ അത് മാത്രം പോരല്ലോ. ഞാൻ KPCC പ്രസിഡന്റായി ചാർജ് എടുത്തപ്പോൾ തന്നെ പാലക്കാട് പോയപ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു. ഞാൻ പേഴ്സണൽ ടോക്കിൽ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു, ബൽറാം യു മസ്റ്റ് റിസ്ട്രെയിൻ യുവർ സെൽഫ്, കുറച്ചൊരു നിയന്ത്രണം വേണം. AKG അധിക്ഷേപിച്ച ബൽറാമിന്റെ നടപടി തനിക്ക് വേദനയുണ്ടാക്കി. AKGക്ക് എതിരായിട്ടുള്ള പരാമർശം വന്നപ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തുന്നവരെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടുന്നില്ല. ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ ചില ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരാരാണ് എന്താണെന്ന് പറഞ്ഞത് ഞാൻ ഒരാളെയും വഴിക്കേണ്ടില്ല. വഴിക്കേണ്ട പാവപ്പെട്ട വർക്കറാണ്. ഈ പാർട്ടിക്ക് വേണ്ടി മരിക്കുന്ന കുറേ വർക്കേഴ്സ് ഉണ്ട്. അവരാണ് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്നത്. എല്ലാം സക്സസ്ഫുൾ ആക്കിയവരാണ്. ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടില്ല. താൻ സോഷ്യൽ മീഡിയയ്ക്ക് എതിരല്ല. പുതിയ കാലത്തിന്റെ അനിവാര്യതയാണ് സോഷ്യൽ മീഡിയ. അതിനെ തെറ്റായി പ്രയോഗിക്കുന്നതിനെതിരെയാണ് വിമർശനമെന്നും News 18-ന്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ മുല്ലപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18. അതേസമയം VT ബൽറാമിനെ വിമർശിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രന് കോൺഗ്രസ് പ്രവർത്തകരുടെ സൈബർ ആക്രമണം. 10 ലൈക്ക് പോലും തികച്ചില്ലാത്ത മുല്ലപ്പള്ളിക്ക് ബൽറാമിനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല എന്ന് തുടങ്ങി മുല്ലപ്പള്ളിക്ക് അസൂയയാണ് എന്നുവരെ നീളുന്നു വിമർശനം. VT ബൽറാമിന്റെ മാന്യത വിട്ട സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെ മുല്ലപ്പള്ളി വിമർശിക്കുന്നത് ഇതാദ്യമല്ല. അത് ആ രാഹുൽ ഈശ്വരനെയും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഐ എം സോ സോറി ഫോർ ഹിസ് ഇന്റലിജൻസ്. ഈസ് എ പെർവേർട്ടഡ് ബോയ്. അദ്ദേഹത്തെയാണ് കമ്പയർ ചെയ്ത രാഹുൽ ഗാന്ധിയായിട്ട്. ഷെയ്ഫുൾ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. News 18 വരികൾക്കിടയിൽ പരിപാടിയിൽ മുല്ലപ്പള്ളി വീണ്ടും ബൽറാമിനെ വിമർശിച്ചതോടെ കോൺഗ്രസുകാരിൽ ഒരു വിഭാഗം KPCC അധ്യക്ഷനെതിരെ തിരിഞ്ഞു. 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഫേസ്ബുക്കിൽ മുല്ലപ്പള്ളിയെ ആക്ഷേപിച്ച് രംഗത്തെത്തിയത്. ബൽറാം ഫാൻസ് എന്നാണ് ഇവരിൽ ചിലർ അവകാശപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന് മുല്ലപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു. മാന്യത വിട്ട് പെരുമാറരുതെന്നും
സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തരുതെന്നും മുല്ലപ്പള്ളിയുടെ നിർദ്ദേശം നിലവിലിരിക്കെയാണ് ബൽറാം സാഹിത്യകാരി KR മീരയ്ക്കെതിരെ ദ്വയാർത്ഥ കമന്റിട്ടത്. ഇതാണ് മുല്ലപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. ബൽറാമിനെ തള്ളിപ്പറഞ്ഞ മുല്ലപ്പള്ളിയുടെ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയുടെ വിവേകമാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുത്തുകാരി KR മീര പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുതിർന്ന നേതൃത്വത്തിന്റെ പക്വതയും വിവേകത്തെയുമാണ് തെളിയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ബൽറാം മുല്ലപ്പള്ളി പോര് സമൂഹമാധ്യമങ്ങളിൽ പടരുമ്പോൾ കോൺഗ്രസിൽ പുതിയൊരു സൈബർ യുദ്ധമുഖം തുറക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുല്ലപ്പള്ളിയുമായുള്ള അഭിമുഖം വരികൾക്കിടയിൽ നാളെ രാവിലെയും രാത്രിയും 9 മണിക്ക് സംപ്രേഷണം ചെയ്യും. നീലക്കുറിഞ്ഞി മേഖലയിൽ മരം മുറിക്കാനുള്ള റവന്യൂ വകുപ്പ് ഉത്തരവിന് തടയിട്ട് ദേവികുളം സബ് കളക്ടർ രേണുരാജ്. സർക്കാർ ഭൂമിയിലെ മരംമുറി തടയാൻ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. വട്ടവടയിൽ സബ് കളക്ടറുടെയും വനിതാ വൈൽഡ് ലൈഫ് വാർഡന്റെയും കോലം കത്തിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊട്ടക്കാമ്പൂർ അടക്കമുള്ള വില്ലേജുകളിൽ മരം മുറിക്ക് റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇതിനെതിരെ വനം വകുപ്പ് രംഗത്തെത്തി. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെ സർക്കാർ ഭൂമിയിലെ മരമുറി തടയണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് പോലീസിന് നിർദ്ദേശവും നൽകി. ഇതോടെയാണ് വട്ടവടയിൽ നാട്ടുകാർ സബ് കളക്ടർക്കെതിരെ രംഗത്തെത്തിയത്. മരമുറിക്കാൻ നൽകിയ സർക്കാർ ഉത്തരവ് സബ് കളക്ടർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നാട്ടുകാർ രേണുരാജിന്റെ കോലം കത്തിച്ചു. വട്ടവട, കൊട്ടക്കാമ്പൂർ അടക്കമുള്ള വില്ലേജുകളിൽ പട്ടയസ്ഥലങ്ങൾക്ക് പുറത്താണ് ഗ്രാൻഡിസ് മരങ്ങളിൽ ഏറിയ പങ്കും. കൈവശരേഖകൾ ഉള്ളവരും ഇല്ലാത്തവരും കൃഷിയിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. സർക്കാർ ഭൂമി കയ്യേറിയവരും ഇക്കൂട്ടത്തിലുണ്ട്. സബ് കളക്ടറുടെ ഉത്തരവനുസരിച്ച് മരമിട്ടുന്ന സ്ഥലം സർക്കാരിൻ്റെതല്ലെന്ന് വ്യക്തമാക്കാൻ ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കേണ്ടി വരും. ഇതോടെയാണ് കളക്ടർക്കും വൈൽഡ് ലൈഫ് വാർഡനുമെതിരെ നാട്ടുകാർ രംഗത്തെത്തിയത്. മറ്റന്നാളാണ് മരംവെട്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ന്യൂസ് 18 മൂന്നാർ. വാർത്തകൾ തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഡൽഹിയിൽ 6 ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വെസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ അവസാനിച്ചു. ശക്തികേന്ദ്രമായ ഡൽഹിയിൽ ഒറ്റയ്ക്ക് നിന്ന് കരുത്തുകാട്ടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ആകെയുള്ള 7 ലോക്സഭാ സീറ്റിൽ 6ലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി പ്രചാരണം തുടങ്ങി. ആതിഷി, രാഘവ് ചന്ദ്, പങ്കജ് ഗുപ്ത, ദിലീപ് പാണ്ഡെ, ഗഗൻ സിംഗ്, ബ്രജേഷ് ഗോയൽ എന്നിവരാണ് AAPക്കായി കളത്തിലിറങ്ങുക. വെസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒരിടത്തും ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാനായില്ല. മുഴുവൻ സീറ്റുകളിലും BJPയാണ് ജയിച്ചത്. എന്നാൽ തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ വിജയം നേടി. 70 നിയമസഭാ സീറ്റുകളിൽ 67 പിടിച്ചാണ് ഡൽഹിയിൽ ഭരണം നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കാമെന്നാണ് AAP പ്രതീക്ഷ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കൊച്ചി നഗരത്തിലെ മാലിന്യ ദുരിതത്തിന് പരിഹാരമായില്ല. നഗരത്തിൽ പലയിടത്തും മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ബ്രഹ്മപുരം പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം പുനരാരംഭിച്ചുവെങ്കിലും മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. തീപിടുത്തത്തെ തുടർന്ന് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അടച്ചിട്ടതോടെയാണ് കൊച്ചി നഗരം കുപ്പത്തൊട്ടിയായത്. ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ മാലിന്യ നീക്കം പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം പൂർണ്ണമായും മാറ്റണമെങ്കിൽ ദിവസങ്ങളെടുക്കും. അവധി ദിവസമായ ഞായറാഴ്ചയും ശുചീകരണ തൊഴിലാളികൾ ജോലിക്കെത്തും. ഇന്നു മുതൽ പൂർണ്ണമായിട്ടും നഗര ശുചീകരണം വളരെ ദ്രുതഗതിയിൽ നടത്തി വരികയാണ്. നാളെ ഞായറാഴ്ചയാണെങ്കിൽ പോലും ഫുഡ് വേസ്റ്റ് എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഈ പ്രവൃത്തി വളരെ ഊർജിതമായി ചെയ്തുകൊണ്ട് 2-3 ദിവസത്തിനകത്ത് നഗര ശുചീകരണം പൂർണ്ണതയിലെത്തിക്കാനാണ്. നഗരത്തിലും ഉൾപ്രദേശങ്ങളിലും ഒരുപോലെ മാലിന്യക്കൂനകൾ നിറഞ്ഞു. ഞങ്ങളുടെ വീടുകളിലെ വേസ്റ്റ് പോലും കളയാൻ പറ്റാതെ വീടുകളിൽ കുമിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേസ്റ്റുകൾ. ഞങ്ങളുടെ വീട്ടിലെ ചോറുന്ന ബാക്കി വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ കുമിക്കുകയാണ്. ഇവിടെ റോഡിൽ കൊണ്ട് കളഞ്ഞാൽ ഞങ്ങൾക്ക് ഫൈനും പറ്റി 25,000 രൂപ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പകല് ഇവിടെ ഇങ്ങനെ കൂടി കിടന്നാൽ മനുഷ്യർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനും മറ്റു കാര്യത്തിനും വളരെ ബുദ്ധിമുട്ടാണ്. 7 ദിവസത്തിന് ശേഷമാണ് മാലിന്യ നീക്കം തുടങ്ങിയത്. പ്ലാന്റിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കാനും സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി 10 CCTV ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമുണ്ട്. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവർക്കെതിരെയും കർശന നടപടിയുണ്ടാകും. ന്യൂസ് 18 കൊച്ചി.
ചവറയിലെ ITI വിദ്യാർത്ഥിയുടെ മരണം തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതി ജില്ലാ ജയിൽ വാർഡൻ വിനീതിനെ സസ്പെൻഡ് ചെയ്തു. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ അച്ഛൻ ആരോപിച്ചു. ഫെബ്രുവരി 16-നാണ് ജില്ലാ ജയിൽ വാർഡൻ വിനീതിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം വീട്ടിലെത്തി രഞ്ജിത്തിനെ മർദ്ദിച്ചത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. തലയ്ക്കേറ്റ അടിമൂലം ആന്തരിക രക്തസ്രാവമുണ്ടായതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത് ആശുപത്രിയിൽ കഴിയവേ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിരന്തരം ബന്ധപ്പെട്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2-3 ദിവസം അവർ നമ്മളെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വാ, നമുക്കത് ഒത്തുതീർപ്പാക്കാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞാണ് വലുത്, ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പ്രധാന പ്രതിയായ വിനീതിനെ ജോലിയിൽ നിന്ന് ജയിൽ വകുപ്പ് മേധാവി സസ്പെൻഡ് ചെയ്തു. മറ്റ് 5 പ്രതികൾ കൂടി അറസ്റ്റിലാകാനുണ്ട്. ന്യൂസ് 18 കൊല്ലം. വളർത്തുപുത്രിയുടെ ദുരൂഹ മരണത്തിൽ അറസ്റ്റിലായ മലയാളി യുവതിയെ അമേരിക്കൻ കോടതി കുറ്റവിമുക്തയാക്കി. 3.5 വയസ്സുകാരിയായ മകൾ ഷെറിൻ മാത്യൂസിന്റെ മരണത്തിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം സ്വദേശി സിനി മാത്യൂസിനെ കോടതി വെറുതെ വിട്ടത്. 2017 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. വെസ്ലി മാത്യു സിനി ദമ്പതികളുടെ വളർത്തുമകൾ ഷെറിൻ മാത്യൂസിന്റെ മൃതദേഹം വീടിനടുത്തുള്ള കലുങ്കിനടിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പാല് കുടിക്കാത്തതിന് വെളുപ്പിനെ വീടിന് പുറത്തിറക്കി നിർത്തിയ ഷെറിനെ കാണാതായി എന്നായിരുന്നു ദമ്പതികളുടെ ആദ്യവാദം. മൃതദേഹം കണ്ടെത്തിയതോടെ പാല് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുകയായിരുന്നുവെന്ന് തിരുത്തി. സംഭവത്തിൽ വെസ്ലി മാത്യുവും സിനിയും അറസ്റ്റിലായി. കുട്ടിക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കാതെ ഉപേക്ഷിച്ചെന്ന കുറ്റമാണ് സിനിക്കെതിരെ ചുമത്തിയിരുന്നത്. കുട്ടിയെ കാണാതാകുമ്പോൾ ഉറക്കത്തിലായിരുന്നുവെന്നും ഭർത്താവും കുട്ടിയുമായി ഉണ്ടായ പ്രശ്നം അറിഞ്ഞിരുന്നില്ലെന്നും സിനി കോടതിയെ അറിയിച്ചു. പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറ്റോർണി സിനിയെ വെറുതെ വിട്ടത്. എന്നാൽ ഭർത്താവ് വെസ്ലി മാത്യു കൊലക്കുറ്റത്തിന് വിചാരണ നേരിടണമെന്നും കോടതി വിധിച്ചു. ബീഹാർ നളന്ദയിലെ ബാലസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ദമ്പതികൾ കുട്ടിയെ ദത്തെടുത്തത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.